നമസ്കാരം. UDFിൻ്റെ പാളയത്തിൽ പട നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണം കൊഴുക്കുകയാണ്. ആ പ്രചാരണം കൊഴുക്കുന്ന മേഖലയിൽ കോൺഗ്രസിൽ നിന്നുള്ള വലിയ നേതാക്കൾ അവരെത്തുകയും അവർ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്തുകയൊക്കെ ചെയ്യുന്നു. എല്ലാ സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയുള്ള പ്രചാരണം അത്തരത്തിൽ നടക്കാറുണ്ട്. ആ പ്രചാരണ വേദികളിൽ സംഭവിക്കുന്ന ചില കോലാഹലങ്ങൾ UDFിന് തലവേദനയായി മാറുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ടിട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രചാരണ വേദികളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല പ്രസംഗിച്ചിരിക്കുന്നു. അത്തരത്തിൽ പ്രസംഗിച്ച ആ പ്രസംഗം ലീഗ് അണികളുടെ രോഷപ്രകടനം ഉണ്ടാകുന്ന സ്ഥലത്തിലേക്ക് എത്തപ്പെടുന്നു. സ്ഥാനാർത്ഥികൾ മോശമാണ് എന്ന് കരുതി പ്രവർത്തിക്കാതിരിക്കാൻ പാടില്ല എന്നുകൂടി രമേശ് ചെന്നിത്തല പറയുകയാണ്. ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനം നടത്തി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കണമെന്നാണ് ചെന്നിത്തലയുടെ പ്രസംഗത്തിൽ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു പ്രസംഗം നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചെന്നിത്തല ആലോചിക്കേണ്ടതുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം അതിവേഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇടത് പ്രൊഫൈലുകളാണെങ്കിൽ ഒന്നാകെ ചെന്നിത്തലയുടെ വാക്കുകളെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ലീഗുമായി അത്ര അടുപ്പത്തിലല്ലാത്ത ഒരാളാണ് ചെന്നിത്തല എന്നുള്ളത് ഉറപ്പാണ്. ആ ചെന്നിത്തലയ്ക്ക് വന്നത് വാക്കുപിഴവല്ല എന്നും മനഃപൂർവ്വമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗമെന്നും ഈ ഇടത് കമ്മികൾ വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് വേണമെന്നിട്ടുള്ള ലീഗിൻ്റെ ആവശ്യം അത് കോൺഗ്രസ് തള്ളിക്കളഞ്ഞതും ഈ ചെന്നിത്തലയുടെ പ്രസംഗവും ഒക്കെ കൂടെ ഒന്ന് ചേർത്ത് വായിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വായിക്കുന്നവർ ചുരുക്കമല്ല എന്ന് പറയേണ്ടി വരും കേട്ടോ. പൊന്നാനിയിൽ അബ്ദുൾ സമദ് സമദാനിയും മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീറുമാണ് മത്സരിക്കുന്നത്. ഇവരാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തവണയും സ്ഥാനാർത്ഥികളെ മാറ്റാതെ ലീഗ് ഇരുവരുടെയും മണ്ഡലം മാറ്റിക്കൊടുക്കുന്ന ഒരു സാഹചര്യം, ഒരു പതിവ് കാഴ്ചയാണ് സംഭവിച്ചത്. ലീഗ് പലപ്പോഴും വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന 2 മണ്ഡലങ്ങളാണ് ഇത് എന്നുള്ള കാര്യത്തിലും സംശയമില്ലല്ലോ. ലീഗിന് ആധിപത്യമുള്ള കേന്ദ്രത്തിൽ ചെന്നിട്ടാണ് സ്ഥാനാർത്ഥികൾ മോശമാണ് എന്ന് ചെന്നിത്തല പ്രസംഗിച്ചത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം. അതുകൊണ്ട് തന്നെ ലീഗ് അണികൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ രൂക്ഷമായിട്ട് പ്രതികരിച്ചിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ. രമേശ് ചെന്നിത്തലയെ പൊങ്കാലയിടുന്ന തരത്തിലേക്ക് മുസ്ലിം അണികൾ എത്തിച്ചേർന്ന ഒരു സാഹചര്യമുണ്ടാകും. എന്തുകൊണ്ടാണ് UDFിൻ്റെ ക്യാമ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുന്നത്? 2019 ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം 19 സീറ്റുകൾ, 20ൽ 19 സീറ്റുകളും കൈയടക്കിക്കൊണ്ട് UDF മുന്നോട്ട് പോകുന്നൊരു തേരോട്ടം തന്നെ നടത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് വീണ്ടും ആവർത്തിക്കുക എന്നുള്ള ലക്ഷ്യം കോൺഗ്രസിനും UDFിനും ഒക്കെ ഉണ്ട്. അതിൻ്റെ സാഹചര്യങ്ങളുമുണ്ട്. കാരണം അതിൻ്റെ സാഹചര്യങ്ങളുണ്ട് എന്ന് പറയാൻ കേരളം ഭരിക്കുന്ന ഭരണം, അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇവിടെ കൃത്യമായുണ്ട്. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുന്നത് എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ജനദ്രോഹപരമായി മാറുന്നത് എന്ന് ഇവിടുത്തെ പൊതുസമൂഹം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ വരെ സർക്കാരിനെതിരെ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ഭരണത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ മേന്മയും നേട്ടവും. കാരണം 1-ാം തീയതി കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത വണ്ണമുള്ള വലിയ ഭരണ നേട്ടങ്ങളാണ് ഈ പിണറായി സർക്കാരിനുണ്ടായിരിക്കുന്നത്. ജനത്തെ വെറുപ്പിക്കാത്ത ഏതെങ്കിലും ഒരു പരിപാടി ഇവർ നടത്തിയിട്ടുണ്ടോ? കേരളയിലുമായി ബന്ധപ്പെട്ടിട്ട് മഞ്ഞക്കുറ്റി കൊണ്ടുവന്ന് സാധാരണക്കാരൻ്റെ നെഞ്ചിൽ കുത്തുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുത്തപ്പോൾ അന്ന് വെറുത്തതാണ് ജനം ഈ പിണറായിയെ. ഇങ്ങനെ മുട്ടിന് ന്യായങ്ങൾ പറയുകയും ഒന്നും ചെയ്യാതാകുകയും LDF വരും എല്ലാം ശരിയാകുമെന്ന് പറയുകയും ചെയ്ത് അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാരിൻ്റെ മേന്മ എന്താണ് എന്ന് ചോദിച്ചാൽ കോടികൾ ആസ്തികൾ ഉണ്ടാക്കിയെടുക്കുന്ന പാർട്ടികളായി മാറുകയും മക്കൾക്കും മരുമക്കൾക്കും ചെറുമക്കൾക്കും കുട്ടിമക്കൾക്കുമെല്ലാം അവർക്ക് ആവശ്യത്തിലധികമുള്ള സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നുള്ളതും മാത്രമാണ് പിണറായി സർക്കാരിൻ്റെ മേന്മയായി നമുക്ക് കണക്കാക്കാൻ കഴിയുക. അതിനു മുകളിലായി സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് ഉയർത്തിക്കൊടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ സർക്കാരിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുവാൻ, എന്തെങ്കിലും നേട്ടമുണ്ടാക്കി കൊടുക്കുവാൻ കഴിഞ്ഞോ എന്ന് ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കാത്തിടത്തോളം കാലം ഇത് UDFിന് ഒരു സുനാമിയാണ്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പും വേണമെങ്കിൽ 20 സീറ്റും കോൺഗ്രസിന് ജയിച്ചു കയറി പോകാൻ പറ്റുന്ന ഒരവസരമുണ്ട്. കാരണം ഈ ഭരണവിരുദ്ധ വികാരം തന്നെ ഒന്ന് കൃത്യമായി ജനങ്ങളുടെ ഇടയിലേക്ക്, അണികളുടെ ഇടയിലേക്ക് ഒന്ന് എത്തിക്കാൻ കഴിഞ്ഞാൽ അതുമാത്രം മതി UDFിന് വിജയിച്ചു കയറി 20 സീറ്റും കൊണ്ടുപോകാൻ. കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാമല്ലോ, AM ആരിഫ് മാത്രമാണ് ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത ഒരേ ഒരു
ഒരു കനൽത്തരി എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള CPM-ൻ്റെ മുഖം. ഈ വട്ടം അതില്ല. പകരം ഈ 20 സീറ്റുകളും നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് CPM-ആണ്. ഇടത് ജനാധിപത്യ മുന്നണി അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും എത്രയും പെട്ടെന്ന് അവരെ വിജയിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രചാരണ പരിപാടികളൊക്കെ തകർക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പ്രചാരണ പരിപാടികൾക്ക് വേദികൾ ഒരുക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ LDF ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞു. ആ സാഹചര്യം മുതലാക്കുവാൻ ഇവിടുത്തെ LDF സർക്കാർ അവരുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരത്തെ മുതലാക്കിയെടുക്കുവാനുള്ള ഒരു ശ്രമം എന്തുകൊണ്ടാണ് UDF-ന് ചെയ്യാൻ കഴിയാതായി പോകുന്നത്? രമേശ് ചെന്നിത്തല ഇവിടെ ഈ മുസ്ലിം ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വന്ന് അവരുടെ സ്ഥാനാർത്ഥികൾ മോശമാണെങ്കിൽ കൂടിയും നിങ്ങൾ പണിയെടുക്കാതിരിക്കരുത്, വോട്ട് രേഖപ്പെടുത്തണം, വലിയ പ്രചാരണ പരിപാടികൾ നടത്തണം, അവരെ വിജയിപ്പിച്ചെടുക്കണം എന്ന് പറയുന്ന തരത്തിലേക്ക് തരംതാണ പ്രസംഗം നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? പരിണിതപ്രജ്ഞനായ ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന് നാക്കുപിഴ സംഭവിക്കാറുണ്ട്, പലപ്പോഴും അത് സംഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത് നാക്കുപിഴയാണോ എന്ന് കോൺഗ്രസും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയും തീരുമാനിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. കാരണം മൂന്നാമതൊരു സീറ്റിന് വേണ്ടി മുസ്ലിം ലീഗ് നിന്നതും രമേശ് ചെന്നിത്തലയ്ക്ക് മുസ്ലിം ലീഗുമായി അടുപ്പമില്ലാത്തതുമൊക്കെ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഈ രമേശ് ചെന്നിത്തല അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത ഒരു അപരാധം തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ മോശമാണ് എന്ന് പറഞ്ഞത് എന്ന് പൊതുസമൂഹവും മുസ്ലിം ലീഗിൻ്റെ അണികളും തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയെ പോലുള്ള പരിണിതപ്രജ്ഞനായ മുതിർന്ന നേതാക്കൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് ഇനിയെങ്കിലും പ്രചാരണ പരിപാടികളിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ 20 സീറ്റിൽ 2 സീറ്റ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തൃപ്തിപ്പെടേണ്ടി വരും. അതായത് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന 2 സീറ്റുകൾ മാത്രമായിരിക്കും UDF-ന് ലഭിക്കുക. ബാക്കിയുള്ള സീറ്റുകൾ BJP-യും CPM-ഉം കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് മുതിർന്ന നേതാക്കൾ ഇനിയെങ്കിലും വാക്കുപിഴയും നാവുപിഴയും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക.